നമസ്കാരം. ഗൾഫ് വാർത്ത. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന് ആശ്വാസം. അബ്ദുൾ റഹീമിന് കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളി. കീഴ്ക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെച്ചു. റഹീമിനെതിരെ ഇനി മറ്റ് നടപടികളില്ല. ഇതോടെ അബ്ദുൾ റഹീമിന്റെ മോചനം എളുപ്പമാകുമെന്നാണ് വിവരം. എപ്പോൾ വേണമെങ്കിലും മോചിപ്പിക്കാമെന്നും വാർത്തകളുണ്ട്. ഓവർടേക്കിംഗ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി കുവൈറ്റ് ട്രാഫിക് വിഭാഗം. പുതിയ ട്രാഫിക് നിയമങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം വാഹനാപകടങ്ങളും നിയമലംഘനങ്ങളും കുറഞ്ഞതായി കുവൈറ്റ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. എന്നാൽ ഓവർടേക്കിംഗ് നിയമങ്ങൾ ലംഘിക്കുന്നത് ഒരു സാധാരണ നിയമലംഘനമായി തുടരുന്നുണ്ട്. ഇത് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുകയും റോഡിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായാണ് അധികൃതർ പറയുന്നത്. സൗദിയിൽ വ്യാജ കറൻസികളുടെ കെണിയിൽപ്പെട്ട് നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാജ കറൻസികളുടെ കെണിയിൽപ്പെട്ട് നിയമ നടപടികൾ നേരിടുന്നവരുടെ എണ്ണം കൂടി വരുന്നതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഡോളർ മാറ്റാനെത്തിയ ഒരു മലയാളിയെ വ്യാജ കറൻസി മാറ്റാനെത്തി എന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ജിദ്ദയിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും നൽകിയ $100 25 നോട്ടുകൾ റിയാലാക്കി മാറ്റാനെത്തിയ വേളയിലാണ് തന്റെ കയ്യിലുള്ള മുഴുവൻ കറൻസികളും വ്യാജമാണെന്ന് പരിശോധനയിൽ ഇയാൾ തിരിച്ചറിയുന്നത്. സ്വദേശി യുവാവുമായി വാക്കുതർക്കത്തിലേർപ്പെട്ട മലയാളി യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ദമാം ബാദിയയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം ആറാലുമൂട് സ്വദേശി അതിയന്നൂർ ലോട്ടസ് വില്ലയിൽ അഖിൽ അശോകാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു അഖിലിന്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊലപാതകത്തിനിടെയായ സംഭവം. ഷാർജയിൽ നിന്നും കാണാതായ മലയാളി യുവതിയെ ദുബായിൽ കണ്ടെത്തി. ഷാർജ അബു ഷഗാറയിൽ നിന്നും ഇന്നലെ കാണാതായ തിരുവനന്തപുരം സ്വദേശികളുടെ മകളായ ഋതികയാണ് ഇന്ന് രാത്രിയോടെ ദുബായ് ഊതുമേത്തയിൽ നിന്നും കണ്ടുകിട്ടിയത്. മാധ്യമങ്ങളിലെ വാർത്ത കണ്ടൊരാൾ യുവതിയെ തിരിച്ചറിയുകയായിരുന്നു. പഴയ സഹപാഠികളെ കാണാനാണ് താൻ ഊതുമേത്തയിൽ എത്തിയെന്നാണ് ഋതിക മാതാപിതാക്കളോട് പറഞ്ഞത്. സൗദിയിലെ 93ാമത് ദേശീയ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വാർത്ത. ആഘോഷത്തിനായി രാജ്യമെങ്ങും നടക്കുന്നത് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളായിരിക്കുമെന്നാണ് അറിയിക്കുന്നത്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. രാജ്യത്തിന്റെ ആകാശത്തും കടൽ തീരങ്ങളിലും വ്യോമ സമുദ്ര പ്രദേശങ്ങളിലും നിരവധി ഫ്രിഗേറ്റുകളും ബോട്ടുകളും അവതരിപ്പിക്കുന്ന നാവിക പ്രദർശനം, വാഹനങ്ങളും സൈനിക വിവിധോദ്ദേശ വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ലാൻഡ് മാർച്ച്, സംഗീത ബാൻഡ് എന്നിവ ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഔദ്യോഗിക വിവരം.